സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സുമായി സഹകരിക്കാൻ മുസ്ലിം ലീഗ്. വികസന സദസ്സ് മലപ്പുറത്ത് ഗംഭീരമായി നടത്തണമെന്ന് ലീഗ് മലപ്പുറം ജില്ലാ നേതൃത്വം പറഞ്ഞു. സംസ്ഥാന തലത്തിൽ UDF വികസന സദസ്സ് ബഹിഷ്കരിക്കുമ്പോഴാണ് മലപ്പുറത്ത് ലീഗിന്റെ പിന്തുണ. ജംഷീർ കൊടിഞ്ഞി വിശദാംശങ്ങൾ നൽകും. ജംഷീർ, മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആരാണിപ്പോൾ ഈ സദസ്സിന് പിന്തുണ നൽകിക്കൊണ്ടുള്ളൊരു പ്രതികരണം നടത്തിയത്? സൈഫു, മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഹമീദ് മാഷിന്റെ ലെറ്റർ പാഡ്, ഹമീദ് മാഷ് സൈൻ ചെയ്ത ഒരു സർക്കുലറാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം UDF സംസ്ഥാനമായി തന്നെ ഇതിനെ എതിർക്കുകയും ഇതുമായി സഹകരിക്കേണ്ടതില്ല എന്ന് പ്രത്യേകമായി സർക്കുലർ ഇറക്കുകയും ഇത് ഒരു ദൂർത്താണെന്നും, അതായത് ഈ വികസന സദസ്സ് ഒരു ദൂർത്താണെന്നും ഈ അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുന്നതോടൊപ്പം തന്നെ ഈ സദസ്സ് വികസന സദസ്സും ബഹിഷ്കരിക്കുകയാണ് എന്നും കൃത്യമായി തന്നെ UDF പറയുമ്പോഴാണ് മലപ്പുറത്ത് മുസ്ലിം ലീഗ് ഇതുമായി സഹകരിച്ച് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. അതായത് മുസ്ലിം ലീഗ് പറയുന്നത് ഈ ഒരു സദസ്സ്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനുള്ള സദസ്സാണ് ഇതിൽ നിന്ന് മാറി നിന്നാൽ അത് ഈ CPMന്റെ അല്ലെങ്കിൽ LDFന്റെ പഞ്ചായത്തുകളും നഗരസഭകളും മുനിസിപ്പാലിറ്റികളോ അവരുടെ വികസനങ്ങൾ തുറന്നു കാണിക്കുകയും അത് അവരെ പ്രൊജക്ട് ചെയ്യുന്ന ഒരു പരിപാടിയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് മാറി നിൽക്കുന്നതിന് പകരം ഈ പരിപാടിയുമായി സഹകരിച്ച് UDFന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഇത് പൂർവാധികം ശക്തിയോടുകൂടി നല്ല രീതിയിൽ ഇതിനോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ള ഒരു സർക്കുലറാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഇറക്കിയിരിക്കുന്നത്. UDF സംസ്ഥാന തലത്തിൽ തന്നെ UDF ഇതിനെ എതിർക്കുമ്പോൾ ജില്ലാ തലത്തിൽ മലപ്പുറം ജില്ലാ തലത്തിൽ ലെറ്റർ പാഡിലാണ് ഇങ്ങനെ സർക്കുലർ ഇറങ്ങിയെന്ന് പറയുന്നു. ജില്ലാ കമ്മിറ്റി അത് സ്ഥിരീകരിക്കുന്നുണ്ടോ ജംഷീർ? തീർച്ചയായും, അതായത് UDF ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. UDF ചെയർമാനെ നമ്മൾ VT അജയ് മോനെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു, അല്ലാതെ ഔദ്യോഗികമായ തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. പ്രതിപക്ഷ നേതാവിനോടും അതോടൊപ്പം തന്നെ ഉപപ്രതിപക്ഷ നേതാവിനോടും അഭിപ്രായങ്ങൾ ചോദിച്ചതിന് മാത്രമേ തീരുമാനം ഉണ്ടാകൂ എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു സർക്കുലർ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് യാതൊരു അറിവുമില്ല എന്നുള്ളതാണ് UDF ചെയർമാൻ പറയുന്നത്. അതേസമയം മുസ്ലിം ലീഗിന്റെ അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ തന്നെയാണ് ഈ ഒരു സർക്കുലർ പുറത്തിറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അല്പം മുമ്പ് UDFന്റെ മുൻ കൺവീനറായിരുന്ന MM മലപ്പുറത്ത് മാധ്യമങ്ങൾ കണ്ടിരുന്നു. അദ്ദേഹവും പറഞ്ഞത് UDFന്റെ തീരുമാനം സംസ്ഥാന തലത്തിൽ ഇതിനോട് ബഹിഷ്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. UDF സംസ്ഥാന തലത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ജില്ലാ കമ്മിറ്റികളും ആ തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടത്. ഇനി ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഇനി അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വിരുദ്ധമായൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ സംസ്ഥാന നേതാക്കൾ ഇടപെട്ട് അത് തിരുത്തും എന്നുള്ള ഒരു കാര്യം കൂടി MM പറയുകയുണ്ടായി. ഏതായാലും ഇതിനകത്ത് UDFന് വിരുദ്ധമായൊരു തീരുമാനം മുസ്ലിം ലീഗ് എടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നമുക്ക് മുന്നിലുണ്ട്. ആ ഒരു ഘട്ടത്തിൽ UDF എടുത്തൊരു തീരുമാനത്തിന് വിരുദ്ധമായി മലപ്പുറത്ത് മുസ്ലിം ലീഗ് ഇത്തരത്തിലൊരു സ്വന്തമായൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് അത് UDF എന്ന സംവിധാനത്തെ ഏതരത്തിൽ ബാധിക്കുമെന്നുള്ളതൊക്കെ വരും സമയങ്ങളിൽ ഇനി നോക്കിക്കാണേണ്ടത് കൂടിയാണ്. UDF സംസ്ഥാന തലത്തിൽ എടുത്ത ഒരു തീരുമാനത്തിന് ഘടകവിരുദ്ധമായൊരു സമീപനം UDFിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി എടുക്കുന്നുണ്ടെങ്കിൽ അത് UDFന് നൽകുന്നത് ചെറിയ തിരിച്ചടിയൊന്നുമല്ല. ഇപ്പോൾ ഹമീദ് മാസ്റ്റർ ഒരു MLA കൂടിയാണ്, നിയമസഭയിൽ UDFന്റെ പാർലമെന്ററി പാർട്ടിയിലെ പ്രമുഖനായ നേതാവും കൂടിയാണ്. ആ ഹമീദ് മാസ്റ്ററുടെ കൈപ്പടയിൽ ലെറ്റർ പാഡിൽ അങ്ങനെ ഒരു സർക്കുലർ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായൊരു വിശദീകരണം ലീഗിന്റെ ജില്ലാ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരണം. എങ്കിൽ കൂടി നമ്മൾ ഈ സർക്കുലർ വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ വിമർശനങ്ങളും വിവാദങ്ങളും ആകുന്ന മുറയ്ക്ക് ഒരുപക്ഷെ ഇപ്പോൾ MM പറഞ്ഞതുപോലെ ഉന്നത നേതൃത്വം ഇടപെട്ടാൽ ഒരുപക്ഷെ ഇതിൽ തിരുത്തൽ വരുമായിരിക്കും. പക്ഷെ അങ്ങനെ തിരുത്തൽ വന്നാലും പ്രാഥമികമായി എങ്ങനെ ലീഗിന്റെ ജില്ലാ ഘടകത്തിന് ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞു എന്നൊരു ചോദ്യം അപ്പോഴും അവിടെ ബാക്കിയാകുന്നുണ്ടല്ലോ. അതിലേക്ക് എങ്ങനെയായിരിക്കണം മലപ്പുറം ജില്ലാ കമ്മിറ്റി എത്തിയിട്ടുണ്ടാവുക ജംഷീർ? തീർച്ചയായിട്ടും ഇനിയിപ്പം ഇത്തരത്തിലൊരു തീരുമാനം മുസ്ലിം ലീഗ് എടുത്തു മുന്നോട്ട് വന്നു. ഇനി ഒരുപക്ഷെ നേതൃത്വം ഇടപെട്ട് അത് പിൻവലിച്ചാൽ പോലും ഈ ഒരു തീരുമാനം
മുസ്ലിം ലീഗ് എടുത്തു എന്നുള്ളത് അവിടെ തന്നെ നിൽക്കുകയാണ്. സ്വാഭാവികമായും മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത് ഇതിന് പ്രാക്ടിക്കലായി കാണണം, അല്ലെങ്കിൽ പ്രാക്ടിക്കലായി ചിന്തിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വിട്ടുനിന്നാൽ പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ അങ്ങനെ വിട്ടുനിന്നാൽ ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉള്ളത് UDF-നാണ്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ അധീനതയിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവിടെ നടന്ന വികസന പ്രവർത്തനങ്ങളെ അത് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോവുകയും CPM-ന്റെ അധീനത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വികസനങ്ങൾ അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുമെന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഇതിനകത്ത് പറയുന്നത്. മാത്രമല്ല ഇനിയിപ്പോൾ UDF വിട്ടുനിന്നാൽ പോലും സെക്രട്ടറി, പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ തല സെക്രട്ടറിമാരെ ഉപയോഗപ്പെടുത്തി CPM ഈ പരിപാടി നടത്തും, അതുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എന്തിന് മാറി നിൽക്കണം? തങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമായി ഇതിനെ കണ്ടുകൂടെ, അങ്ങനെ പ്രാക്ടിക്കലായി ചിന്തിച്ചുകൂടെ എന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് കൃത്യമായി മുസ്ലിം ലീഗ് ചോദിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ UDF ഒറ്റക്കെട്ടായി സംസ്ഥാന തലത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ UDF-ലെ രണ്ടാം കക്ഷി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കക്ഷിയായ മുസ്ലിം ലീഗിന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പം നേരത്തെ MMS സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോൾ ഇത് വലിയ തരത്തിൽ ചർച്ചയാകുന്നു. പിന്നീട് അതിൽ നേതൃത്വം, സംസ്ഥാന തലത്തിലുള്ള നേതൃത്വം ഇടപെട്ട് പിൻവലിച്ചാൽ പോലും മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള പ്രതികരണത്തിന് വേണ്ടി നമ്മൾ ഹമീദ് മാഷ വിളിച്ചിരുന്നു. അദ്ദേഹം പക്ഷേ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. വരും നിമിഷങ്ങളിൽ അദ്ദേഹത്തെ കിട്ടുന്ന മുറയ്ക്ക് ഇത് ലീഗ് ജില്ലാ കമ്മിറ്റി അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ സർക്കുലറിന്റെ ആധികാരികത, അങ്ങനെ ഒരു നിലപാട് ജില്ലാ കമ്മിറ്റി എടുത്തിട്ടുണ്ടെന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം തന്നെ ഒരു വിശദീകരണം നൽകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ജംഷീർ കൊടിഞ്ഞാണ് വിശദാംശങ്ങൾ നൽകിയത്.